അസ്സലാമലൈക്കും. നിങ്ങളുടെ സ്വന്തം ഹാജൂസ് കുറച്ച് നേരം ഉമ്മച്ചിൻ്റെ കൂടെ ഇരിക്കേടല്ലേ? ആ ഉമ്മച്ചിയെ അവിടെ നിന്ന് ആരോ പറയുന്നുണ്ട് കേട്ടാ. ഞങ്ങൾ റെഡിയാണ്, ഉമ്മച്ചി വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ കുറേ ആൾക്കാർ. എന്തായാലും ഞാൻ തുടങ്ങാം കേട്ടാ. ഇന്നത്തെ നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ കല്യാണം ക്ഷണിക്കാൻ പോണ അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഒരു 10 വാക്ക് പറയാൻ പോണത്. നമ്മളെ വീട്ടിൽ നമ്മളെ മകൻ്റെ അല്ലെങ്കിൽ മകളെ ഒരു കല്യാണം ഉണ്ടെന്ന് വിചാരിക്കുക. അത് നമ്മൾ ഏത് തരത്തിലാണ് നമ്മൾ പോയിട്ട് കല്യാണത്തിന് ആളുകളെ ക്ഷണിക്കൽ? നിങ്ങൾ പറയും. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മളെ കല്യാണത്തിന് ക്ഷണിക്കൽ എങ്ങനെയാണ്? പല രീതിയിലുണ്ട് കല്യാണത്തിന് ക്ഷണിക്കൽ, നിങ്ങൾക്കറിയാം. പിന്നെ നമ്മളുണ്ടല്ല പല രീതിയിൽ കല്യാണത്തിന് ആൾക്കാരെ ക്ഷണിക്കും. അതിലൊരു രീതി ഞാൻ പറയാം. ഒരാൾ നമ്മളെ വീട്ടിലേക്ക് വരികയാണ്, വന്നിട്ട് ഒന്ന് ബെല്ലടിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോയിട്ട്, നമ്മൾ പെണ്ണുങ്ങളാണ് വീട്ടിലുള്ള വെച്ചാൽ പോയി ഒന്ന് വാതിൽ തുറക്കും. അവർ സുഖവിവരം ചോദിക്കേ, പിടിക്കൊന്നുമില്ല കേട്ടാ, കല്യാണം പറയാൻ വന്ന ആളാണ്. മുറ്റത്ത് നിന്നിങ്ങാണ്ട് ഒരു പറച്ചിലാണ്, ഇതാ പിന്നെ എൻ്റെ മോൻ്റെ കല്യാണമാണ് അടുത്ത 27-ാം തീയതി, നിങ്ങൾ വരികയാണ് കല്യാണത്തിന്. ഇവിടെ താജിൽ വെച്ചിട്ടാണേ, എന്നാൽ ഞാൻ പോട്ടെ. നിങ്ങൾ കയറുന്നില്ല? ഇല്ല, ടൈമില്ല, പലയിടത്തും പറയാനുണ്ട്. അതൊരു പറച്ചിലാണ് കേട്ടോ. രണ്ടാമത്തെ ആൾ കല്യാണം പറഞ്ഞൊരു രീതി ഞാൻ പറഞ്ഞുതരാം. നമ്മളെ പെരേക്ക് വരും. പെരേക്ക് വന്നിട്ട് മുറ്റത്ത് നിന്നിട്ട് അതിനകത്ത് കയറൂല, കൊലായ്മക്കൊന്നും കയറൂല. ഇവിടെ കാക്കല്ലേ, ബെല്ലടിക്കുമ്പോൾ നമ്മൾ പെരക്കാറ്റിയാളാണ് ഇക്കൽ പോയിട്ട് വായിൽ ഓർക്കൽ. കാക്ക ഇവിടെ ഉണ്ടാവില്ല ഇരിക്കാറ്. കാക്ക ഇവിടെ ഇല്ല. കാക്ക വന്നാൽ എൻ്റെ മോൻ്റെ കല്യാണം പറയാൻ വന്നിരുന്നു പറയണം കേട്ടോ നിങ്ങൾ. പിന്നെ നേരത്തെ വരാൻ പറയണ്ടിട്ടാ. ഇത് രണ്ടാമത്തെ വിളി കഴിഞ്ഞിട്ടാ. എൻ്റെ ഇടയിൽ ഒന്ന് ചോദിക്കൂ, ആ പെരേര ഒരു 3-4 പേരെ തൊട്ടടുത്തുണ്ടെങ്കിൽ ആ പെരേര ആണുങ്ങളുണ്ടാ? ആണുങ്ങളുണ്ടായിട്ട് വേണം ഇവർക്ക് കല്യാണം പറയാൻ. ആണുങ്ങളല്ല കല്യാണത്തിന് കൂടണ്ടേ, കുട്ടികളാണ്. അതിൻ്റെ അഭിപ്രായം എന്താണ്? ആണുങ്ങളെക്കാളും ആദ്യം കല്യാണത്തിന് കൂടേണ്ടത് മക്കളാണ്. കുഞ്ഞു മക്കളുണ്ടല്ലോ, അവരാണ് വന്നിട്ട് കല്യാണത്തിന് ചോറ് തിന്നേണ്ടത് എന്നറിയാം. ആണുങ്ങളൊക്കെ ഇപ്പോൾ ഷുഗറും കൊളസ്ട്രോൾ ഇതൊക്കെ ആയിട്ട് അവർക്കൊന്നും വയ്ക്കാൻ പറ്റില്ല. തിന്നാൻ പ്രായമായ കുറേ കുട്ടികളുണ്ടല്ലോ, 10, 15, 8 വയസ്സായ, അവരാണ് വന്നിട്ട് കല്യാണ ചോറ് കഴിക്കേണ്ടത്. അങ്ങനെ ആ ആൾ പോയിട്ട് അപ്പം നമ്മൾ പറയും, അവിടെ ഒരു 5 വീടുണ്ടെന്നുണ്ടെങ്കിൽ ഏട്ടനഞ്ചന്മാരുടെ വീടാണ് ഇക്കാര്യം ചെലപ്പെട്ട. അപ്പോൾ അതിൽ ആരാണ് നാട്ടിലുള്ളത് ആ പെരയിൽ പോയിട്ട് ആണുങ്ങൾ ആരാ നാട്ടിലുള്ളത് വെച്ചാൽ അവരെ വീട്ടിൽ പോയിട്ട് ഇതേപോലെ ബെല്ലടിച്ചിട്ട് പിന്നെ ഒന്ന് പറയും. ഇതേപോലെ തന്നെ അവിടെ ഒന്ന് പറഞ്ഞ മാതിരി കല്യാണം പറയും. അത് വേറൊരു രീതി കേട്ടാ. തൊട്ടടുത്ത് നിന്നിട്ട് 2 പെരയത്തും ചിലപ്പോൾ അനിയന്മാരൊക്കെ എടുത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുണ്ടല്ല ഭാര്യമാർ പിന്നെ പാളി വെക്കുന്നുണ്ടാവും. ഇവർ പോയിൻ്റ് ചോദിക്കും, എടി ആരെയും കല്യാണം പറയാൻ വന്നിരുന്നത്? എനിക്കറിയില്ല, അവിടെ മുറ്റത്ത് നിങ്ങാട് പറഞ്ഞങ്ങാട് പോയി എന്ന് കേട്ടാ. അതൊരു വിളി, ഒരു തരത്തിലുള്ള വിളിയാണ് കേട്ടോ. ഇനി വേറൊരു തരത്തിലുള്ള വിളിയുണ്ട്. അവർ എത്ര ടൈമില്ലെങ്കിലും അതാണ് ക്ഷണിക്കാൻ വന്ന വിളി എന്ന് പറഞ്ഞത്. ഇതൊന്നും ചെല്ലാൻ വേണ്ടിയിട്ടുള്ള പറച്ചല്ല കേട്ടാ. ഈ 3-4 കൂട്ടക്കാർ വന്ന് പോയില്ല ഇപ്പം നമ്മളെ പെരയിൽ. ഇതൊന്നും ഒരു കടമ എന്നുള്ള നിലക്ക് വന്നിട്ടുള്ള വിളിയാണത്. പിന്നെ വന്ന ആൾ ഒന്ന് ബെല്ലണ്ടടിക്കും, കോളിംഗ് ബെല്ലടിച്ച് നമ്മളൊന്നുകൂടി പോയാൽ എത്ര നേരമില്ലെങ്കിലും നമ്മൾ പറയണ്ട കൊലായ്മൊക്കെ ഉണ്ടല്ലോ, കസാലിനൊക്കെ ഒന്നിട്ട് കയറി ഇരുന്നിട്ട് നമ്മളോട് ചോദിക്കൂ, താത്ത എന്താ പാട്, കാക്കല്ലേ ഇവിടെ, കുട്ടികളുടെ സുഖവിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാൽ മക്കളാരുടെ നാട്ടിലുള്ളത്.
അതൊക്കെ ചോദിച്ച് കഴിഞ്ഞ ദിവസം പറയും. ഞാൻ വന്ന കാര്യങ്ങൾ പറയുമോ? ഇല്ല, എന്താണ് കല്യാണം പറയാൻ വന്നാണ്. എൻ്റെ മോൻ്റെ കല്യാണമുണ്ട്, അല്ലെങ്കിൽ മോളെ കല്യാണമുണ്ട്. പിന്നെ നമ്മളെ പെണ്ണുങ്ങൾക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല, അവൾക്ക് സുഖമില്ല ഒന്നാമത്. പിന്നെ ഒരു പെരയെ പറഞ്ഞ് ഒരു പെരയിൽ പെണ്ണുങ്ങൾ പറഞ്ഞില്ല എന്നുള്ളൊരിതാണ് എനിക്ക്. അപ്പം ഞാനുണ്ടല്ലോ അവളും കൂടി ഇവിടെ വന്ന് പറഞ്ഞതായിട്ട് നിങ്ങൾ കരുതാണ് കേട്ടോ. നിങ്ങളിവിടെ പെരയിൽ ആരൊക്കെ ഉണ്ട്, മക്കളും മരുക്കളും നേരത്തെ തന്നെ പറ്റിയ തലേന്ന് തന്നെ നിങ്ങൾ വരണം കേട്ടോ. തലേന്ന് വരാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്നെങ്കിലും ആ നേരത്തെ അവിടെ എത്തണം കേട്ടോ താത്ത. കാക്ക വന്നാൽ നിങ്ങൾ പറയണം. തലേന്നാണ് നിക്കാഹ്. കാക്കാനോടൊന്ന് പറ്റിയാൽ നിക്കാഹിന് വരാൻ പറയണം. മോനെ ചായ എടുക്കാം. ഇല്ല താത്ത, കുടിച്ച് നിങ്ങൾ വിചാരിച്ചാൽ ചായ കുടിച്ച് നിങ്ങൾ വിചാരിച്ചാൽ മതി. പിന്നെ ഇവിടെ മോളുണ്ടല്ലോ അല്ലേ, മോളങ്ങോട്ടൊന്ന് വിളിച്ച് പറയട്ടെ താത്ത, അവൾക്ക് കൂടണമെങ്കിൽ. അതൊന്നും കുഴപ്പമില്ല മോനെ, ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുണ്ട്. അവർ പെരക്കാർക്കൊന്നും അങ്ങനത്തെ പ്രശ്നമുള്ള ആൾക്കാരല്ല കേട്ടാ. ഞാൻ വരുമ്പോൾ അവൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടിങ്ങാട്ട് വരണ്ട്. എന്നാൽ ആയിക്കോട്ടെ താത്തകൾ പ്രത്യേകം പറയട്ടാ, ദിവസം മറക്കരുതേ. അതാണ് വേറൊരു വിളി, ഇതാണ് വരാനുള്ളൊരു വിളി കേട്ടങ്ങൾ. പിന്നെ നമ്മൾക്ക് കല്യാണം വിളിക്കാൻ പോകുമ്പോഴുണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾക്ക് പിന്നെ കുറച്ച് ദൂരമൊക്കെ ആയാലും പോയിട്ട് എല്ലാവരും വിളിക്കാൻ ചിലപ്പോൾ പറ്റൂലയിക്കാര. ചില ആൾക്കാർക്കുണ്ടല്ലോ, ചില കെട്ടിച്ചൊക്കെ പെൺകുട്ടികളെ കല്യാണം വെച്ച ആൾക്കാർക്ക് വന്ന് പറയേണ്ട ഒരു രീതിയുണ്ട്. ചില ഭാഗത്തൊക്കെ വന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ അവർ ഏത് പിന്നെ കുടുംബത്തിലായാലും അവർ പറഞ്ഞയക്കുള്ളൂ കേട്ടോ. അത് വേറൊരു രീതിയുണ്ട്. അപ്പോൾ അവർ കല്യാണം വന്നാൽ പറഞ്ഞവരോട് നമുക്ക് പറയാം, എടി അവിടെ മോനെ അവിടെ പോയി പറയാഞ്ഞാലും പറ്റും, നിങ്ങൾ അവിടെ അമ്മോശൻ്റെ നമ്പർ തരാം, അമ്മായിമാർക്കൊന്ന് വിളിച്ച് പറഞ്ഞാലെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരോട് വിളിച്ച് പറയലെന്താണ്, പിന്നെ ഇന്നൊരപ്പല്ലേ നമ്മുടെ തന്നെ നമ്പർ വാങ്ങിയിട്ട് അവരെ ഫോണിൽ വിളിക്കാം. നമ്മളെ ഫോണിൽ അവർ വിളിക്കൂല കേട്ടാ. അവർ പിന്നെ അവിടെ എപ്പോഴാണ് നിങ്ങൾ ഉണ്ടായാലിപ്പം ആ വിളി ഉണ്ടല്ലോ, പറച്ചിൽ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടാ. നിങ്ങൾ പറയും ഞാൻ സാബിൻ്റെ അമ്മോനാണ്, അല്ലെങ്കിൽ അമ്മോൻ്റെ മോനാണ്, അതല്ല എന്നുണ്ടെങ്കിൽ അയൽവാസിയിലുള്ളതാണ്, ആരായാലും ശരി. ഇപ്പം എപ്പോഴാണ് വീട്ടിലുണ്ടായാൽ. അപ്പോൾ ഭയങ്കര കർശനമുള്ള ബാപ്പാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു പറച്ചലുണ്ട്. നമ്മൾ പറച്ചലങ്ങോട്ട് ചെല്ലുമ്പോൾ ആ പറച്ചലിൽ അവർ പറയും, വേണ്ട മോനെ ഇത് വരണ്ട, ഞങ്ങളങ്ങോട്ട് വരണ്ട് പാ ഉമ്മാനെയൊക്കെ ഇതാട്ടാ, ഞാൻ അവിടെ വന്ന് പറഞ്ഞതായിട്ട് നിങ്ങൾ വിചാരിക്കണം കേട്ടാന്ന് പറയും. ആയിക്കോട്ടെ മോനെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഞങ്ങൾ വരണ്ട്. അപ്പം ആ പെരേക്ക് പോകേണ്ട ആവശ്യമില്ല, നമ്മളെ പറച്ചൻ്റെ മിടുക്കൊണ്ടാണ്. ഇന്ന് ഞങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ, പൈസക്കാർ, ചിലവർ ഇട്ടാ, എല്ലാവരും ഇല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇട്ടാ. ഞങ്ങൾ ആ ജ്യൂസിനെ ചിലരുണ്ടല്ല, ചിലപ്പോൾ 2 കിൻഡലായി ചോറ്, എത്രയോ സ്ഥലത്ത് നമ്മൾ കണ്ടതാണ്. ഒരുപാട് സാധനങ്ങൾ, നല്ല പിന്നെ മുന്തിരിൻ്റെ അച്ചാറ്, മറ്റേ കോഴി അങ്ങനെ ആക്കിയത്, ചില്ലി ആക്കിയത്, മറ്റേതാക്കിയത്, മറിച്ചതാക്കിയത്, എന്തെന്നാ പറയും, പല സൈസിലുണ്ടാകും കോഴിയേറ്റവും ആടേറ്റവും ഒക്കെ. ഇതൊക്കെ ഉണ്ടല്ലോ എത്രയോ സ്ഥലത്തുണ്ടായതാണ്. ആൾക്കാരെ ശരിക്കും വിളിക്കൂല. ആൾക്കാർക്കൊന്ന് ചോറിനൊന്നും പഞ്ചുള്ള കാലമല്ല, ആൾക്കാർ പോവില്ല. ആ ചോറ് ദമ്മ് പൊട്ടിക്കാതെ ആ ചേക്ക് അവിടെ ഇരിക്കും. ഒടുക്ക ഇതിപ്പോൾ കുഴിച്ചിടാൻ പറ്റുമോ? 4-4:30 മണിക്ക് ഒടുക്കെങ്കിലും വരെ എത്തിങ്ങാനേക്ക് വിളിച്ച് ചോദിക്കുകയാണ്, ചോറ് നിങ്ങൾ രാത്രിക്കത്തെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ചോറ് ഞങ്ങൾ അങ്ങോട്ട് എത്തിച്ച് തരാം. കല്യാണമൊക്കെ തന്നെ 1 മണിയാകുമ്പോൾ അവർ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, ആളും ഉണ്ടാവില്ല വാളും ഉണ്ടാവില്ല. വന്ന ആൾക്കാർ തന്നെ ചോറും തിന്ന് പോയിട്ടുണ്ടാവും. പുതിയാപ്പിള വരാനും നിൽക്കൂല, പെണ്ണിറങ്ങാനും നിൽക്കൂല. നമ്മളെ പറച്ചലുണ്ട് കേട്ടാ. എൻ്റെ മകൻ്റെ ഒക്കെ കല്യാണം ഞാൻ എൻ്റെ മക്കളോട്, എനിക്ക് ഒരു യാത്ര പോയി പറയാൻ പറ്റാഞ്ഞിട്ടുണ്ടെങ്കിലും മോളൊക്കെ കല്യാണമൊക്കെ തന്നെ എൻ്റെ 2ാമത്തെ മകൻ പോയിട്ടാണ് കല്യാണം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയും, ആളുണ്ടാവും പഠിച്ചോനെ, എൻ്റെ മോനെ പറിച്ചിരുന്നൊക്കെ വിചാരിക്കും. അവനെന്താ പോയിട്ട് പറയല്, അല്ല പോയി വല്ല കെട്ടുബന്ധത്തിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെന്താ, ഇവിടെ എത്ര ആളുണ്ട്, എല്ലാവരും ഇവിടെ വരട്ടപ്പമ്മ, തലേന്ന് തന്നെ നിങ്ങൾ അടുത്തിക്കോണം. ഉമ്മാക്ക് വെയ്യാഞ്ഞിട്ടാണ് വരാത്തത്, ഉമ്മാക്ക് പതിലാണ് ഞാൻ വന്നത് ഇവിടെ കല്യാണം ക്ഷണിക്കുന്നത്. അപ്പോൾ ഒരു അമ്മോസം പറഞ്ഞാണ് അതൊരു പെൺകുട്ടീൻ്റെ, എൻ്റെ മോനെ ഞങ്ങളെ മുറ്റത്ത് ഇതൊരു വണ്ടിക്ക് എടുക്കണ്, ഈ വണ്ടിയിലുണ്ടല്ലോ കൊള്ളുണോരെ മുഴുവൻ ഇപ്പം കൊണ്ടുവരേണ്ട ഇഷ്ടമാണ്.
തന്നക്ക് തന്നെ തലേന്നൊക്കെ റബ്ബേ എന്ത് ജനാണ് ഇരുന്നിച്ചിട്ടേന്ന്. അപ്പം സപ്ലൈക്കൊക്കെ നിന്ന് ആൺകുട്ടികൾ ചോദിക്കുകയായിരുന്നു. നമ്മളൊരു വലിയത് പറയല്ല കേട്ടോ, ചോദിക്കുകയാണ്. പിന്നെ അല്ല ആ മക്കളൊക്കെ പല ഭാഗത്തും നടന്ന് പറയുന്നു. ഇപ്പം ഇത് സപ്ലൈക്കൊന്നും പുറത്ത് നമ്മൾ ആളെ വിളിച്ചിട്ടില്ല. നമ്മളെ നമ്മളെ മക്കളെ കൂട്ടുകാരായിരുന്നു സപ്ലൈക്ക് നിന്നിരുന്നത്. അപ്പോൾ അവരിങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പം നമ്മളുണ്ടല്ലോ കല്യാണം പറയാൻ അവർ ക്ഷണിക്കാനും വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാന്യമായ ഭാഷയിലുണ്ടല്ലോ ക്ഷണിക്കണം. നല്ല നിലക്കുണ്ടല്ലോ വീട്ടിലേക്ക് കയറി ഒന്ന് ഒരു 5 മിനിറ്റ് നേരെ ഇരുന്ന് എത്ര ടൈമില്ല എന്നുണ്ടെന്നുണ്ട്. എൻ്റെ രണ്ടാമത്തെ മകൻ്റെ കല്യാണം എൻ്റെ മൂത്ത മരോളിയും മോനും കൂടിയാണ് ഞാൻ ഇവിടെ നാട്ടിൽ പറയാൻ പറഞ്ഞാച്ചത്. നിങ്ങളവിടെ പോയിട്ട് പറഞ്ഞുകൂടെ. അവരൊന്നും അധികം മരോളൊന്നും ആരും അധികം കണ്ടിട്ട് തന്നെ ഇല്ലായിരുന്നു. അവൻ്റെ അമ്മോ എല്ലാവരും വന്നിട്ട് നമുക്ക് സന്തോഷമാണ് അവർ വരുന്നത്. നമ്മൾ ചോറ് വെച്ചിക്കണം അവരൊക്കെ തിന്ന് പോകാൻ വേണ്ടിയിട്ടാണല്ലോ, നമ്മൾ കുഴിച്ചിടാനല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും കല്യാണം കഴിക്കാനും ഉദ്ദേശമുള്ള ആൾക്കാരൊക്കെ ഈ ഉമ്മച്ചിൻ്റെ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചോറുണ്ടല്ലോ മക്കളെ അനാഥാലയത്തേക്കും വേറെ കൊടുക്കൊന്നും കൊടുത്തേക്കണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യുക, ക്ഷണിക്കണവരുണ്ടല്ലോ നല്ല രീതിയിൽ ക്ഷണിക്കുക. ക്ഷണിക്കുമ്പോൾ തന്നെ നമുക്ക് കല്യാണം കഴിയണത് വരെ നമുക്ക് ആൾക്കാർ വേണം. പെണ്ണിൻ്റെ ആയാലും ആണ്ട് വീട്ടിൽ നിന്നായാലും വരുമ്പോൾ നമ്മളെ സ്റ്റേജിലുണ്ടല്ല നിറഞ്ഞിങ്ങനെ നിൽക്കണം. അതൊരു റാഹത്താണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഇനി നിങ്ങൾ കല്യാണം പോകാൻ വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഒന്ന് പറച്ചിലുണ്ടല്ലോ നന്നായിട്ടൊന്ന് പറയുക. ഞാൻ ഇവിടെ നിർത്തട്ടെ, മക്കൾക്ക് ബോറടിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടാ. എൻ്റെ ഈ വീഡിയോ ചെയ്യാതെ കാണണം. നമ്മൾ വലിയ പഠിപ്പുള്ള ആൾക്കാരൊന്നും അല്ല കേട്ടോ, പഴയ 10ാം ക്ലാസ്സാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെ ലൈക്കും ഇതിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലും നിങ്ങൾ അറിയിക്കണം. നിങ്ങളെ നല്ല ഓരോ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നല്ല നല്ലൊരു വീഡിയോ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. അസ്സലാമു അലൈക്കും. എൻ്റെ സ്വന്തം ഉമ്മച്ചി.